ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. എൻ്റെ വണ്ടി ഇവിടെ നിർത്തിയിട്ട് ഞാൻ തറവാട്ട് വീട്ടിലേക്ക് പോവാണ്. ഇത് പെങ്ങളുടെ കഴുങ്ങും തോട്ടമൊക്കെയാണ്. കുന്നിൻ്റെ മുകളിൽ കഴുങ്ങൊക്കെ നട്ടിട്ട് നല്ലതായി വെച്ചിട്ടുണ്ട്. ഇത് താഴോട്ടുള്ള റോഡാണ്. ഇന്നലെ ഫുള്ള് വയക്കിയിട്ട് റോഡിലൊക്കെ കാടുകൾ വീണ് കിടക്കുകയാണ് ഗൈസ്. അങ്ങ് താഴെ കാണുന്നുണ്ട് എൻ്റെ തറവാട് വീട്. ഏകദേശം ഒരു 50 കൊല്ലത്തിൽ അധികം പഴക്കമുണ്ട്. 1973 അച്ഛൻ ഈ വീട് കെട്ടിയിട്ട് ഇവിടെ താമസം നമ്മൾ തുടങ്ങിയത്. 53 കൊല്ലം ആയി ഇവിടെ താമസം തുടങ്ങിയിട്ട്. ഈ കഴുകുന്തോട്ടവും ഈ കൃഷി ഇതൊക്കെ എൻ്റെ പെങ്ങളുടേതാണ്, എൻ്റെ മൂത്ത പെങ്ങളാണ്. ഞങ്ങൾ ഇവിടെയായിരുന്നു മുമ്പ് താമസിച്ചിരുന്നത്. താഴെ വീട് കാണുന്നുണ്ട്. ഞാൻ വീട് നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാം. വീടിൻ്റെ അടുത്ത് പോയിട്ട് എല്ലാ വിശേഷങ്ങളും ഞാൻ പറഞ്ഞു തരാം. ഞങ്ങൾ 8 മക്കളായിരുന്നു ഉണ്ടായിരുന്നത് അച്ഛന്. ഞങ്ങൾ 8 പേരും ജനിച്ചു വളർന്ന വീടാണിത്. അത്രയും പഴക്കമുള്ള വീടാണ്. ഇപ്പോഴും പഴക്കമുണ്ടെന്നുണ്ടെങ്കിലും കൂടെ നല്ലതായിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. പെങ്ങളാണ് ഇവിടെ താമസിക്കുന്നത്. ഇപ്പം പെങ്ങൾ മാത്രമേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് അമ്മ വന്ന് താമസിക്കും. അമ്മ മൂത്ത ജ്യേഷ്ഠൻ്റെ കൂടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. അച്ഛൻ ഇപ്പോഴില്ല. അച്ഛൻ പോയിട്ട് ഒരു 4 വർഷം കഴിഞ്ഞു. അച്ഛൻ പോയതിന് ശേഷം പിന്നെ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കാൻ പറ്റാത്ത കാരണം അമ്മ ഏട്ടൻ്റെ അടുത്ത് വീട്ടിലാണ് ഇപ്പം താമസിക്കുന്നത്. നമ്മൾ താമസിച്ച് വളർന്ന വീടാണിത്. ഏകദേശം 53 കൊല്ലം പഴക്കമുണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴും കണ്ടു കഴിഞ്ഞാൽ തോന്നില്ല 53 കൊല്ലം പഴക്കമുണ്ടെന്നുള്ളത്. കാരണം അത്രയും നല്ലതായിട്ട് വെച്ചിട്ടുണ്ട് പെങ്ങൾ വീട്. നല്ല വൃത്തിയിൽ സൂക്ഷിക്കുന്നുണ്ട്. എന്നിരുന്നാലും കാലപ്പഴക്കമുണ്ടെന്നുണ്ടെങ്കിലും പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ലാതെ നല്ലതായിട്ട് പോകുന്നുണ്ട്. ഇതാണ് നമ്മുടെ വീടിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ പുറത്തേറിയ 5-6 റൂമുകളൊക്കെയുള്ള വീടാണ്. ഇത് വെളിയിൽ 2 റൂമുണ്ട്. 2 റൂം ഇപ്പോൾ ആളില്ലാതെ കാരണം അടച്ചു വെച്ചിരിക്കുകയാണ്. പെങ്ങളുടെ മകനും ഇവിടെ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. പെങ്ങളുടെ മകനിപ്പം ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ദൂരത്തിൽ പുതിയ വീട് കെട്ടിയിട്ട് താമസം ആരംഭിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് പെങ്ങൾ അവിടെ പോയി താമസിക്കും. പിന്നെ ഇങ്ങോട്ടും വരും. അധിക സമയം പെങ്ങൾ ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. അല്ലാതെ മകൻ്റെ അടുത്ത് പോയി താമസിക്കുന്നത് കുറവാണ്. പെങ്ങൾ ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് അമ്മ ഇങ്ങോട്ട് വരും. നാളെ മറ്റന്നാളായിട്ട് അമ്മ ഇവിടത്തേക്ക് വരും. ഇതാണ് നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് കയറുന്നത്. ഫ്രണ്ട് ഇത് ഹാള് മാതിരിയാണ്. ഇതാണ് നമ്മുടെ അച്ഛൻ്റെ ഫോട്ടോ ആണിത്. ഇത് നമ്മുടെ പൂജാമുറിയാണ്. പൂജാമുറിയിൽ എല്ലാ ഫോട്ടോകളും ഉണ്ട്. ഇതൊക്കെ ഈ പെയിൻറ്റിങ് ചെയ്തിട്ട് തന്നെ ഏകദേശം ഈ കുടി കൂടുന്ന സമയത്ത് പെയിൻറ്റ് ചെയ്തതാണ്. പണ്ടുള്ള പെയിൻറ്റിങ് എത്ര ഭംഗിയാണെന്ന് നോക്കിക്കേ. അച്ഛൻ സായിബാബയുടെ ഒരു ഭക്തനാണ്. അച്ഛൻ സായിബാബയുടെ ജന്മദിനം നവംബർ 23-ാം തീയതി നല്ലതായിട്ട് ആഘോഷിക്കാറുണ്ട് നമ്മൾ. എല്ലാ ജന്മദിനത്തിനും ഇവിടെ പൂജകളൊക്കെ നടത്താറുണ്ടായിരുന്നു. അച്ഛൻ പോയതിന് ശേഷം അതൊക്കെ നിർത്തി. അച്ഛൻ പോകുന്നതിന് മുമ്പേ അച്ഛൻ തന്നെ തുടങ്ങി വെച്ച കാര്യം അച്ഛൻ തന്നെ നിർത്തിവെച്ചതായിരുന്നു. ഇതിലേക്കൂടെ വന്നു കഴിഞ്ഞാൽ ഇതൊരു റൂമാണ്. അച്ഛൻ ഇവിടെയായിരുന്നു കടന്നിരുന്നത്. പിന്നെ ഇവിടെ ഇതിനകത്തൊരു റൂമുണ്ട്. ഇത് TV ഉണ്ട് ഇവിടെ. പഴയ വീടാണെന്നുണ്ടെങ്കിലും സെറ്റപ്പൊക്കെ നല്ലതായിട്ടുണ്ട്. ഇത് എൻ്റെ അമ്മ കിടക്കുന്ന കട്ടിലാണ്. അമ്മ വരും നാളെ മറ്റന്നാൾ. പഴയ കാലത്തുള്ള വീടായതുകൊണ്ട് കുറച്ച് വലിയതായിട്ട് കെട്ടി, വലിയ കുടുംബങ്ങളൊക്കെ ആണല്ലോ. അങ്ങനെ നമ്മൾ 8 മക്കൾ ഇവിടെ വളർന്ന് ജീവിച്ചതാണ്. ഇതാണ് അടുക്കള. ഇവിടെ ഭക്ഷണം പാകം ചെയ്യുന്നത് കൂടുതലും പിന്നെ അടുപ്പിലാണ് പാകം ചെയ്യുന്നത്. ഇവിടെ നല്ല പച്ചമുളക് കൊണ്ടാട്ടമാക്കി വെച്ചിട്ടുണ്ട് പെങ്ങൾ. എല്ലാം അടുപ്പിലാണ് ഭക്ഷണം ചെയ്യുന്നത്. അത്യാവശ്യം ചായ കാര്യങ്ങളൊക്കെ ഗ്യാസിൽ വെക്കും. അങ്ങനെ കറങ്ങി വന്നു കഴിഞ്ഞാൽ ഇതിൽ കൂടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു റൂമുണ്ട്. ഇപ്പോഴും ആൾക്കാർ ഇല്ലാത്തത് കാരണം സ്റ്റോറേജ് മാതിരി ഉപയോഗിക്കുകയാണ് ഈ റൂം. ഇതാണ് പത്തായം. മുമ്പ് കാലത്ത് നമുക്ക് നെൽകൃഷിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം നെൽകൃഷിയിൽ നെല്ലൊക്കെ സൂക്ഷിക്കുന്ന പത്തായമാണിത്. ഇപ്പോഴെല്ലാം സാധനങ്ങളൊക്കെ നിറച്ച് വെച്ചിട്ട് ഗോഡൗൺ മാതിരി ഉപയോഗിക്കുകയാണിത്.
ഇതിൽ കൂടെ ഇങ്ങോട്ട് വെളിയിൽ വരുമ്പോൾ ഇവിടെ വർക്ക് ഏരിയ ആണ്. വർക്ക് ഏരിയയിൽ കൂട്ടാൻ മുറിക്കുന്നത് പാത്രങ്ങൾ. നമ്മൾ എല്ലാവരും ജനിച്ച് വളർന്ന വീടാണിത്. പഴയ കാലത്തുള്ള വീടുകളാണ്. 2 ബാത്റൂമുണ്ട്. നമ്മൾ 8 മക്കളും കളിച്ച് വളർന്ന വീടാണിത്. അത്രയും അച്ഛൻ പോകുന്നത് വരെ നമ്മളെല്ലാവരും എപ്പോഴും ഇവിടെ വന്നിട്ട് ഓണാഘോഷിക്കുന്നതും വിഷു ആഘോഷമൊക്കെ നമ്മളെല്ലാ മക്കളും ഒത്തുചേർന്നിട്ട് ഇവിടെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പാത്രങ്ങളൊക്കെ ഒത്തിരിയുണ്ട് പങ്ങളെടുത്ത്. എനിക്ക് ഇവിടെ താഴെ വളപ്പിൽ കഴുങ്ങും തോട്ടത്തിൽ ആൾക്കാർ പണിയെടുക്കുന്ന കാരണം ഞാൻ രാവിലെ വന്നിരുന്നു. പങ്ങളെടുക്കുന്നതാണ് അവർക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. പൂജാമുറി ഒന്നുകൂടെ കാണിച്ചു തരാം. രാവിലെ അടിച്ചു തുടച്ച് പൂവൊക്കെ വെച്ചിട്ട് നല്ല ഭംഗിയായി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് കേസ് നമ്മുടെ വീട്ടുവിശേഷങ്ങൾ. ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എല്ലാവരും അഭിപ്രായം പറയുക. എല്ലാവർക്കും നമസ്കാരം. പൂജാമുറിയിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ഉണ്ട്. ഇത് എൻ്റെ അച്ഛൻ്റെ ഫോട്ടോ ആണ്. അച്ഛൻ പോയിട്ട് 4 വർഷം കഴിഞ്ഞു. ഞാൻ ആദ്യമേ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് അച്ഛൻ്റെ ഓർമ്മ കൂടെ ഉണ്ട്. എല്ലാവർക്കും നമസ്കാരം.